ഇവിടെ ഈ യോഗത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോട്ടയം നന്നായി തിരിച്ചറിഞ്ഞ ഇവിടുത്തെ ഇലോക്ക വിഭാഗങ്ങളുടെ പടത്തലവനായ CSDS പ്രസിഡന്റ് ശ്രീ സുരേഷ് ഈ വേദിയിലെത്തി പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കുന്നു. കേരളത്തിന്റെ മാറ്റം ശ്രീ VD സതീശനിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കോട്ടയത്തിന് ഈ വിസ്മയത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ കെ സുരേഷിനെയും സഹപ്രവർത്തകരെയും UDF വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ ഞാൻ തിരുത്തി പറയുന്നു, കേരളത്തിൽ ഇപ്പോൾ നാറിയ കേരളവും നാറാത്ത കോട്ടയം എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ കോട്ടയത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് നാളുകളിൽ നമ്മൾ മുമ്പോട്ട് പോകും. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മൾ നയിക്കും. ഈ യോഗത്തിന് ഔപചാരികമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊണ്ടാണ് ഓരോ ജില്ലയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷം, അഭിമാനമുണ്ട്. ഏതാനും ജില്ലകളിൽ ഞാൻ ഈ യാത്രയോടൊപ്പം യാത്രയെ അനുധാവനം ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ചെന്നാലും ഇതുപോലുള്ള അഭൂതപൂർവമായുള്ള ജനക്കൂട്ടമാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഗുണപരമായിട്ടുള്ള മാറ്റമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതി നിറഞ്ഞ, ദൂരത്ത് നിറഞ്ഞ, ദാസ്യവും വികാരവും നിറഞ്ഞ ഇടകാര്യസ്ഥതയുടെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഈ ഭരണം ഇത് അവസാനിക്കണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഈ ഇടതുപക്ഷ മുന്നണി കൊടുത്ത വാഗ്ദാനം ഉണ്ടായി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 കിലോ റബ്ബർ 250 രൂപ ഉറപ്പായി ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എത്ര വരെയായി? കഷ്ടി 200 വരെ ആയിട്ടുണ്ട്. ആ 200 വരെ ആകുന്നതിലാണ് കാപട്യം. റബ്ബറിന്റെ വില ഏതാണ്ട് 200 അടുക്കുമ്പോൾ 200 ആയി പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ ഫലത്തിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള കാപട്യമാണ്. എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള കാപട്യം. ഓരോ മേഖലയിലും എന്തൊക്കെയാണ് ഐക്യജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെറുതെ വിമർശിച്ച് കടന്നു പോവുകയല്ല. ക്രിയാത്മകമായി ഇതേക്കുറിച്ചെല്ലാം വളരെ വിശദമായി വിദഗ്ധന്മാരുമായി ആലോചിച്ച് പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങൾ ഭരണമേൽപ്പിക്കുന്ന നിമിഷം മുതൽ അത് പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു മുന്നണിയാണ്. 10 വർഷം അധികാരത്തിൽ നിന്നപ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, UDF കൊണ്ടുവന്ന നല്ല പദ്ധതികൾ പോലും ഇവരില്ലാതാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് വേണ്ടി ഐക്യജനാധിപത്യത്തിനെ ആവിഷ്കരിച്ച എല്ലാ ക്ഷേമ പദ്ധതികളും ഇവർ തകർത്ത് തയ്യാറാക്കുകയും ആ പദ്ധതികൾ മുഴുവൻ നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള നമ്മുടെ ആശുപത്രികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആരോഗ്യ മേഖലയുടെ തകർച്ച. ആരോഗ്യ മേഖലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം ഇടിയുന്ന ഒരു സംഭവത്തെ നയിക്കുന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണേണ്ടി വന്നു. കേരളത്തിലെ 10 വർഷം അധികാരത്തിലുള്ള ഗവൺമെന്റും മുന്നോട്ട് പോകുന്നുള്ളത് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കേരളത്തെ കർഷകരാണെന്ന് ബോധ്യപ്പെട്ടു. കോട്ടയത്തിൽ നിന്ന് വളരെയധികം പ്രാവശ്യം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിയായി, ഇവിടുന്ന് മന്ത്രിയായി, ഇന്നും നിങ്ങളുടെ ആരാധികളായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടുകളായിട്ടുള്ള രാധാകൃഷ്ണൻജി, അദ്ദേഹം PC ജോസഫ്, അദ്ദേഹം ഞങ്ങൾ കൊടകിന്റെ അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് എംഎൽഎയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ പൂർവിക യാത്രയിൽ നമ്മളെ അഭിസംബോധിച്ച നമ്മുടെ നാട്ടുകാരൻ കൂടിയായ കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി CK ജോർജ് കർണാടകത്തിലെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് ഒരിക്കൽ പോലും ഇതിനെല്ലാം ജനാധിപത്യ ഒത്തുകൂടിയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കോടതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പില് ഐക്യജനാധിപത്യ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഐക്യജനാധിപത്യത്തിനുള്ള നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സഹായകരമായ നിലപാടെടുക്കുന്നതിനുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് ആദ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും നന്ദി രേഖപ്പെടുത്തുക. ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം MLA ഈ ദിനകര മൈതാനത്ത് നടന്ന ഈ സ്വീകരണ യോഗം വൻ വിജയമാക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനത്തിന് എത്രയോ
നടത്തിയ ആ പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യം, ആ പ്രവർത്തനത്തിന്റെ അവസാന ഫലം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത ഒരു പൊതുയോഗം എന്ന നിലയിൽ ബഹുമാനായ BD സതീശന്റെ ഈ രാവിലെ കോട്ടയക്കാർക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യുക.